സമയക്കുറവ് കാരണം രക്തദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന യുവ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇനി ആശ്വാസം. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബ്ലഡ് ബാങ്ക് ഓൺ വീൽസ് തിരുവനന്തപുരം സെൻട്രൽ റോട്ടറി ക്ലബ്ബ് നാടിന് സമർപ്പിച്ചു. കേരളപ്പിറവി ദിനത്തിലാണ് ഈ ചലിക്കുന്ന ബ്ലഡ് ബാങ്ക് തലസ്ഥാനത്തിന് കൈമാറിയത്. 50 ലക്ഷം രൂപ ചെലവിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സഞ്ചരിക്കുന്ന ബ്ലഡ് ബാങ്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നഗരത്തിലെ തിരക്കിട്ട ജീവിതം നയിക്കുന്ന യുവാക്കളെ രക്തദാനത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഈ മൊബൈൽ യൂണിറ്റ് യുവജനങ്ങൾ കൂടുതലുള്ള IT പാർക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കവടിയാർ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുകയാണ്. ഒരു സഞ്ചരിക്കുന്ന ബ്ലഡ് ബാങ്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രോഗം വരുമ്പോൾ, ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനാവശ്യമായ രക്തം ലഭ്യമാക്കാൻ രക്തം നൽകുന്നവരിലേക്ക് നമ്മൾ ചെല്ലും. വളരെ ഒരു പ്രധാന പോയിന്റാണ് സുരേഷ് പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ ആളുകളുടെ കുറയുക, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ അതിന് പറ്റിയ ഒരു സംവിധാനം, ഒരു വാഹനത്തിൽ അതെല്ലാം ക്രമീകരിച്ച് 3 പേരുടെ ബ്ലഡ് ഒരേ സമയത്ത് എടുക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് റോട്ടറി ഇന്റർനാഷണൽ. പ്രിയങ്കനായ രവീന്ദ്രകുമാറിന്റെ നാമധേയത്തിൽ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് നിർവഹിച്ചു. രണ്ടാമത്തെ എൻ്റെ സന്തോഷം ഡോക്ടർ ബെനറ്റ് സാർ കൊണ്ട് CSI മിഷൻ ഹോസ്പിറ്റൽ, എൻ്റെ ഒരു മകളോടാണ് പഠിച്ചത്. സൗജന്യമായിട്ടൊന്നുമല്ല, ഫീസ് കൊടുത്താണ് മാർക്ക് വാങ്ങി പഠിച്ചതുമാണ്. അപ്പോൾ ആ കോളേജ്, മെഡിക്കൽ കോളേജിൽ, ആ കോളേജിൻ്റെ ഹോസ്പിറ്റൽ അവർക്ക് ഇത് നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. മൂന്നാമത്തെ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഒരുപാട് നന്മകൾ ലഭിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രസംഗിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി 5 മണിക്ക് അതിദരിദ്ര ഇല്ലാത്ത സ്റ്റേറ്റായിരുന്നു പ്രഖ്യാപിക്കുന്നത്. ഗവൺമെന്റ് 64,006 കുടുംബങ്ങളാണ്. ഒരു 1.5 ലക്ഷം ആളുകൾ ഈ കണ്ടെത്തലിന്റെ പ്രോസസ്സിൽ പങ്കാളില്ല. ചില ആളുകൾക്ക് എന്നെ വിമർശിക്കുന്നുണ്ട്, വിമർശിക്കുന്നവർക്ക് എന്ത് വിമർശിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഞാൻ അതിദരിദ്രരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 5-6 പേര് 10 പേര് അവര് പോയി അന്വേഷിച്ചു ആരാണ് ഏറ്റവും അതിദരിദ്രം. ദരിദ്രരല്ല, അതിദരിദ്രം. അപ്പൊ രണ്ടാണ് എന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ 64,006 കുടുംബം. അതുകൊണ്ട് ദാരിദ്ര്യമെല്ലാം കേരളത്തിൽ മാറി. നമ്മൾ നാളെ രാവിലെ മുതൽ എല്ലാവരും മെഴ്സിഡീസ് ബെൻസ് യാത്ര ചെയ്യുന്ന പോവാണ്. എന്നാണ് ചില മഹാന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയൊരു മാറ്റത്തിലേക്ക് ഒരു കാല് വെച്ചു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തലസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് കഴക്കൂട്ടം മേഖലയിലെ അപകട സാഹചര്യങ്ങൾക്കും തീരദേശവാസികൾക്കും ഈ മൊബൈൽ യൂണിറ്റ് വലിയ സഹായകമാകും. രക്തദാന കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി സമയവും പ്രയത്നവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഒരേ സമയത്ത് ഒന്നിലധികം പേർക്ക് രക്തം നൽകാൻ സൗകര്യമുള്ള വാഹനത്തിൽ ശേഖരിക്കുന്ന രക്തം സൂക്ഷിക്കാനുള്ള ശീതീകരണ സംവിധാനം ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ സൗകര്യങ്ങളുണ്ട്. റോട്ടറി ഇന്റർനാഷണലിന്റെ ആഗോള റോട്ടറി ഗ്രാൻഡ് പദ്ധതിയിലൂടെ സിംഗപ്പൂർ റാഫിൾസ് റോട്ടറി ക്ലബിന്റെ പങ്കാളിത്തത്തോടും റോട്ടറി ഫൗണ്ടേഷന്റെ ഗ്രാൻഡോടും കൂടിയാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പാക്കിയത്. പദ്ധതി വിജയമാക്കി തീർക്കുന്നതിൽ തിരുവനന്തപുരം ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് മികച്ച പങ്ക് വഹിച്ചു. ചടങ്ങിൽ വെച്ച് ചലിക്കുന്ന ബ്ലഡ് ബാങ്ക് ഔദ്യോഗിക പദ്ധതി പങ്കാളികളായ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്ക് കൈമാറി. സെൻട്രൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കേണൽ ഡോക്ടർ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഗവർണർ സുരേഷ് മാത്യു പദ്ധതി അവതരണം നടത്തി. മുൻ ഗവർണർമാരായ സുധി ജബ്ബാർ, ഡോക്ടർ തോമസ് വാവാനിക്കുന്നേൽ, പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പ്രസിഡന്റ് ക്യാപ്റ്റൻ PRK കർത്ത, പദ്ധതി ഡയറക്ടർ AR ഡോൺ തോമസ്, അന്തർദേശീയ പങ്കാളി ഫിലിപ്പ് തോലത്ത്, CSI മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിധരായി. ക്ലബ്ബ് സെക്രട്ടറി പ്രേം തമ്പി കൃതജ്ഞത പ്രകാശിപ്പിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.